ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ മിസ്റ്റർ പ്രിൻസ്. നമ്മൾ ഇത്രയും കാലം വിചാരിച്ചിരുന്നത് നമ്മുടെ ഇമോസാമയ്ക്ക് ഒരു വീക്ക്നെസ്സും ഇല്ല എന്നാണ്. പക്ഷേങ്കിൽ നമ്മുടെ ഇമോസാമയുടെ വീക്ക്നെസ് ഇപ്പോൾ റിവീൽ ആയിട്ടുണ്ട്. എന്താണെന്നല്ലേ അതറിയാൻ താല്പര്യമുള്ളവരാണെങ്കിൽ വീഡിയോ മുഴുവനായിട്ട് കാണുക. അതിനുശേഷം നമ്മുടെ ചാനലിൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ബെല്ലൈക്കനും എനേബിൾ ചെയ്ത് ഓൾ നോട്ടിഫിക്കേഷൻ സെറ്റ് ചെയ്ത് വെക്കുക. എന്നാലും മാത്രമേ ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് നിങ്ങളേക്ക് കൃത്യമായിട്ട് എത്തിക്കുള്ളൂ. അതുപോലെ തന്നെ നിങ്ങൾ ആനിമെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ അവർക്ക് കൂടെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാനധികം പറഞ്ഞു വേർപ്പിക്കുന്നില്ല, നമുക്ക് നേരിട്ട് വീഡിയോയിലേക്ക് പോകാം. നമ്മുടെ എൽബാ ഫാർക്ക് തുടങ്ങിയതിന് ശേഷം നമ്മുടെ ഇമോസാമയുടെ ഓരോ പവേഴ്സും റിവീൽ ആവുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അതിൽ ചിലതൊക്കെ കണ്ട് നമ്മൾ ഞെട്ടിപ്പോയിട്ടുമുണ്ട്. കാരണം ഈ ഡോമി റിവേഴ്സിൽ നിന്നൊക്കെ പറയുന്ന പവർ വളരെ ബ്രോക്കൺ ആണെന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാം. അപ്പോൾ ഇത്രയും പവർഫുൾ ആയിട്ടുള്ള ഇമോസാമയ്ക്ക് ഒരു വീക്ക്നെസ്സും ഇല്ല എന്നായിരുന്നു നമ്മൾ ഇത്രയും നാൾ വിചാരിച്ചിരുന്നത്. പക്ഷേങ്കിൽ ഇപ്പോൾ റീസെൻ്റ്ലി ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന ചാപ്റ്റേഴ്സിൽ ഒരു കാര്യം നമുക്ക് മനസ്സിലായി. ഇപ്പോൾ നിങ്ങൾക്ക് പലർക്കും അത് മനസ്സിലായിട്ടുണ്ടാവും, എന്നാലും മനസ്സിലാവാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. നമുക്കറിയാം, നമ്മുടെ ഇമോസാമയുടെ ഒരു ഹോളി നൈറ്റ് അല്ലെങ്കിൽ ഒരു 5 എൽഡേഴ്സിലെ ഒരു മെമ്പർ മരിക്കുകയാണെങ്കിൽ എന്താണെന്ന് സംഭവിക്കാമെന്ന് നമ്മൾ ഓൾറെഡി അത് കണ്ടിട്ടുണ്ട്. നമ്മുടെ 5 എൽഡേഴ്സിലെ ഒരു മെമ്പറായിട്ടുള്ള സാറ്റേണിനെ നമ്മുടെ ഇമോസാമ കൊല്ലുന്നുണ്ട്. അത് ഇമോസാമ തന്നെ കൊന്നതുകൊണ്ട് നമ്മുടെ ഇമോസാമയ്ക്ക് വലിയ രീതിയിലുള്ളൊരു എഫക്റ്റ് ഒന്നും ഉണ്ടാകുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടില്ല. പക്ഷേ അവിടെ വേറൊരു സംഭവം നടക്കുന്നുണ്ട്. നമ്മുടെ എമിത്ത് എന്ന് പറയുന്ന വലിയ റോബോട്ട് ജോയ് ബോയുടെ ഹാക്കി റിലീസ് ചെയ്തപ്പോൾ അത് ഇമോസാമയ്ക്ക് ഫെൽറ്റ് ചെയ്യാൻ പറ്റി. പക്ഷേങ്കിൽ അത് ഡയറക്റ്റ്ലി അല്ല. കാരണം എന്താണെന്ന് വെച്ചാൽ മെറിജുവിൽ നിന്ന് ഒരുപാട് ദൂരെയാണ് നമ്മുടെ ഗഡ്. അത്ര ദൂരെയൊന്നും നമ്മുടെ ജോയ് ബോയുടെ ഹാക്കി ട്രാവൽ ചെയ്യുന്നില്ല. ഇമോസാമയ്ക്ക് അത് അറിയാൻ പറ്റിയത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ 5 എൽഡേഴ്സ് അവിടെ പ്രസൻറ്റ് ആയതുകൊണ്ട് തന്നെ ഇമോസാമയുടെ പവറാണ് അവർക്ക് കൊടുത്തിട്ടുള്ളത്. 5 എൽഡേഴ്സിന് ഇമോസാമ കൊടുത്തത്. അതുകൊണ്ട് അവർക്ക് എന്താണോ ഫീൽ ചെയ്യാൻ പറ്റിയത് അതിൻ്റെ ഒരു ചെറിയ അംശമെങ്കിലും നമ്മുടെ ഇമോസാമയ്ക്ക് മെറിജുവിൽ അറിയാൻ പറ്റിയിട്ടുണ്ടാവും. ഇതിനുള്ള കാരണം നമ്മുടെ ഇമോസാമയുടെ കോൺട്രാക്റ്റാണ്. ഈ കോൺട്രാക്റ്റ് വെച്ചിട്ടായിരിക്കും നമ്മുടെ ഇമോസാമ അവർക്ക് പവർ കൊടുത്തത്. ഒരു പക്ഷേ ആ കോൺട്രാക്റ്റ് കാരണം തന്നെയായിരിക്കും നമ്മുടെ ജോയ് ബോയുടെ ഹാക്കിയുടെ പവറും നമ്മുടെ ഇമോസാമയ്ക്ക് മെറിജുവിൽ നിന്ന് ഫീൽ ചെയ്യാൻ പറ്റിയത്. അപ്പോൾ ഇതിലൂടെ നമുക്കൊരു കാര്യം മനസ്സിലാക്കാം. ഈ കോൺട്രാക്റ്റ് നമ്മുടെ ഇമോസാമയുടെ അലൈസിന് പവർ മാത്രമല്ല കൊടുക്കുന്നത്. ഈ കോൺട്രാക്റ്റ് ഒരു രീതിയിൽ നമ്മുടെ ഇമോസാമയ്ക്ക് വീക്ക്നെസ് ആവുകയും ചെയ്യുന്നുണ്ട്. ഇത് സത്യമാണെന്ന് കാണിക്കുന്ന മറ്റൊരു ഇൻസിഡൻറ്റ് നമ്മുടെ ലോക്കി നമ്മുടെ ഹെറൾഡിനെ കൊന്ന സമയത്ത് ഇമോസാമയ്ക്കും അതിൻ്റെ ഡാമേജ് കിട്ടുന്നുണ്ട്. അതിനർത്ഥം എന്താണെന്ന് വെച്ചാൽ 5 എൽഡേഴ്സിലെ ഹോളി നൈറ്റ്സിലെ ഓരോ മെമ്പേഴ്സ് മരിക്കുമ്പോഴും നമ്മുടെ ഇമോസാമയ്ക്ക് അത് നല്ല രീതിക്കുള്ള ഡാമേജ് കൊടുക്കുന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. നമുക്ക് എന്തായാലും എൽബാ ഫാർക്കിലോ അത് കാണാൻ കഴിയും. നമ്മുടെ സമേഴ്സ് ഈ ഒരു ആർക്കോടെ തന്നെ തീരാൻ ചാൻസ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരു തവണ കൂടി ഈ ഒരു മൊമെൻറ്റ് കാണാൻ കഴിയും. അതിലൂടെ നമുക്ക് കൺഫേം ചെയ്യാനും പറ്റും. പിന്നെ ഇവിടെ ക്ലിയർ ആവാത്തൊരു കാര്യമുണ്ട്. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഇമോസാമയുടെ ഓരോ അലൈസും മരിക്കുമ്പോൾ അതിൻ്റെ വീക്ക്നെസ് അവർക്ക് കിട്ടിയ ഡാമേജ് ഇമോസാമയ്ക്കും കിട്ടുന്നുള്ളത് ശരിയായിരിക്കും. പക്ഷേങ്കിൽ അതിന് ശേഷം ഇമോസാമ അവർക്ക് കൊടുത്തിട്ടുള്ള ആ പവേഴ്സ് ഇമോസാമയ്ക്ക് തന്നെ കിട്ടുമോ ഇല്ലയോ എന്ന് ഇതുവരെ കൺഫേം ചെയ്തിട്ടില്ല. അങ്ങനെയാണെങ്കിൽ ഓരോ അലൈസും മരിക്കുമ്പോഴും അതിന് ഡാമേജ് ഇമോസാമയ്ക്ക് കിട്ടും. അവർക്ക് കൊടുത്തിട്ടുള്ള ആ പവേഴ്സ് നമ്മുടെ ഇമോസാമയിലേക്ക് തന്നെ തിരിച്ചു വരുന്നതായിരിക്കും. അങ്ങനെയാണെങ്കിൽ അത് ചെറിയൊരു പ്രശ്നം ഉണ്ടാക്കുന്നുള്ള കാര്യം ഉറപ്പാണ്. ഈ കാര്യങ്ങളൊന്നും ഇതുവരെ കൺഫേം ഒന്നും ആയിട്ടില്ല. ഇത് ജസ്റ്റ് തിയറീസ് മാത്രമാണ്. അപ്പോൾ ചിലരൊക്കെ കമൻറ്റ് ചെയ്യുന്നത് കാണാം, ഇത് കുറച്ച് കൂടുതലായിപ്പോയി ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ അതുകൊണ്ട് തന്നെ ഇതിനെ തിയറി എന്ന് പറയുന്നത് ഇത് നടക്കണമെന്ന് ഒരു ഉറപ്പുമില്ല. സോ വെറുതെ വന്നിട്ട് അങ്ങനെയുള്ള കമൻറ്റ് ഇടുന്നതിന് മുമ്പ് ഒന്ന് ആലോചിച്ച് നോക്കുക. ഇത് തിയറി എന്നും പറഞ്ഞാണ് വീഡിയോ ഇടുന്നത്. അതുകൊണ്ട് ഇത് അങ്ങനെ കണ്ട് അങ്ങനെ അങ്ങ് വിട്ടേക്കാം. സത്യമാവട്ടെ, സത്യമാവണ്ട, അങ്ങനെ അങ്ങ് വിചാരിക്കുക. അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ ഇത്ര മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കൻ എനേബിൾ ചെയ്ത് പെട്ടെന്ന് 7K അടിക്കാൻ സഹായിക്കുക. അപ്പോൾ മറ്റൊരു മറ്റൊരു ഡേ കാണുന്നവരെ ബൈ ബൈ.